നേതൃത്വത്തെ പിടിച്ചുലച്ച കത്ത് വിവാദത്തിലെ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് പോലീസിന് നൽകിയ പരാതിയിൽ ഉന്നത CPIM നേതാക്കളുടെ പേരുകളുണ്ട്. ഡോക്ടർ TM തോമസ് ഐസക്, MP രാജേഷ്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതിയിലുള്ളത്. ഡോക്ടർ തോമസ് ഐസക്കിന്റെയും മന്ത്രി MP രാജേഷിന്റെയും P ശ്രീരാമകൃഷ്ണന്റെയും ബനാമിയാണ് താൻ എന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതായി പരാതിയിലുണ്ട്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. ഇതിൽ മുതിർന്ന നേതാക്കളുടേതുൾപ്പെടെ പേര് വരുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാകില്ലേ? അനുജ, തീർച്ചയായും CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഇതുവരെ മൗനം പാലിക്കുന്നതും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും 2023 മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ പരാമർശിക്കുന്നത്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, MV ഗോവിന്ദൻ്റെ മകൻ ശ്യാം തുടങ്ങിയവരുടെ ബെനാമിയായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് രാജേഷ് കൃഷ്ണ തന്നോട് അവകാശപ്പെട്ടുവെന്നാണ് മുഹമ്മദ് ഷർഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സ്വകാര്യ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ച് ധനമന്ത്രി തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചെന്നും ഇങ്ങനെ ഒരു ധനമന്ത്രി തന്നെ നേരിട്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വിളിച്ചതിനെ ബാങ്ക് അധികൃതർ മിറക്കിൾ എന്നാണ് വിശേഷിപ്പിച്ചതെന്നുമൊക്കെയാണ് ഈ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പല ആളുകളുടെയും, അതായത് MV ഗോവിന്ദൻ്റെ മകൻ, ഒപ്പം തന്നെ ഈ P ശ്രീരാമകൃഷ്ണൻ, ഡോക്ടർ TM തോമസ് ഐസക് തുടങ്ങിയവരുടെ പണമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ താനാണ്, അവർ കെയർ ടേക്കറായി പ്രവർത്തിക്കുന്ന താനാണ് എന്നും രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടു. ഇത്തരത്തിൽ നിരവധി അനധികൃതമായ ഇടപാടുകൾക്കും തട്ടിപ്പിനും ഇത്തരം ബന്ധങ്ങൾ ഈ രാജേഷ് കൃഷ്ണ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് ഈ മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും മറ്റും പണം കൈമാറ്റം ചെയ്യപ്പെട്ടതും, മസാല ബോണ്ടിൻ്റെ പരിപാടി ലണ്ടനിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സംഘടിപ്പിക്കുന്നതും, ഒപ്പം KSF-യുടെ NRE ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് സംഘാടകനായി നിന്നു. അങ്ങനെ വളരെ പെട്ടെന്നാണ് രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക വളർച്ച എന്ന ആരോപണവും ഈ കത്തിലുണ്ട്. അനുജ, അതാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത്. CPIM-നെ പിടിച്ചുലച്ച കത്ത് വിവാദം, അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മുതിർന്ന നേതാക്കളുടെ ബെനാമിയാണ് താൻ എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള രാജേഷ് കൃഷ്ണയുടെ അവകാശവാദങ്ങൾ, അതിലൊക്കെ എന്താണ് പാർട്ടിക്ക് മറുപടി പറയാനുള്ളത് എന്നതാണ് ഇനി അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.